ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അംഗനവാടി സേവനങ്ങളും അതുപോലെ തന്നെ അനുപൂരക പോഷകാഹാരം ആർക്കൊക്കെ ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ അംഗനവാടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, കൊടുക്കുന്ന സേവനങ്ങൾ, അതുപോലെ അനുപൂരക പോഷകാഹാരം ആർക്ക് ലഭിക്കും, ഓരോ കാറ്റഗറിക്ക് PM, LM, കുട്ടികൾ, കൗമാരപ്രായക്കാർ ഓരോ കാറ്റഗറിക്കും നിയമപരമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെ. അപ്പോൾ പല ആളുകൾക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ അംഗനവാടി സേവനങ്ങളും അതുപോലെ അനുപൂരക പോഷകാഹാരം ആർക്കൊക്കെ ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചോദ്യം വന്നത് അംഗനവാടി സേവനം കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ബെനിഫിഷ്യറിയുടെ അടുത്താണ് ചോദ്യം വരുന്നത്, അറിയാലോ. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ സൈഡ് ക്ലിയർ ആക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് അംഗനവാടി നിങ്ങൾക്കറിയാം. നമ്മളെ സംബന്ധിച്ച് ഒരു അംഗനവാടി എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ സമഗ്ര വികസനവും അതുപോലെ അവകാശ സംരക്ഷണ സംസ്കാരവും സാധ്യമാകുന്നതിന് മനസ്സിലായ കുട്ടികളുടെ സമഗ്ര വികസനവും അവകാശ സംരക്ഷണമൊക്കെ സാക്ഷാത്കരിക്കുന്നതിനും സാധ്യമാകുന്നതിനും വേണ്ടിയിട്ട് 1975 ഒക്ടോബർ 2 ഈ ഒരു സ്കീം നിലവിൽ വന്നത്. ICDS മനസ്സിലായ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ്. അപ്പോൾ ഇത് 1975 ഒക്ടോബർ 2 നമുക്ക് നിലവിൽ വന്നത്. അപ്പോൾ ഈ സേവനത്തിന് അർഹരായ വിഭാഗക്കാരുണ്ട്. നമുക്കറിയാം അംഗനവാടി സർവീസസ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും സേവനത്തിന് ആവണമെന്നില്ല. അർഹരായവർക്ക് കൃത്യമായ സേവനം കിട്ടുകയും വേണം. അപ്പോൾ നമ്മുടെ അംഗനവാടി സേവനത്തിന് അർഹരായ ആളുകളെന്ന് പറയണത്, അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ആ സേവനത്തിന് അർഹരായ ആൾക്കാരാണ്. അതുപോലെ PM പ്രഗ്നൻറ്റ് മദർ, LM ലാക്ടേറ്റിംഗ് മദർ, ബിലോ 3 ഇയർ, അതുപോലെ കൗമാരപ്രായക്കാരായ കുട്ടികൾ. ഇവർക്കൊക്കെ ഈ പറയണ ICDSൻ്റെ സേവനം ലഭിക്കാനായിട്ട് അർഹതയുള്ള ആളുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1975 ഒക്ടോബർ 2 നമ്മൾ ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ള കുറേ സേവനങ്ങളുണ്ട്. അംഗനവാടി വഴി ചെയ്യുന്ന ഒരുപാട് സേവനങ്ങളുണ്ട്. ആ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സേവനങ്ങളിൽ ആദ്യത്തെ വരുന്ന അനുപൂരക പോഷകാഹാരമാണ്. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കണം, അനുപൂരക പോഷകാഹാരം. അതുപോലെ ഈ അനുപൂരക പോഷകാഹാരം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് രോഗപ്രതിരോധ കുത്തിവയ്പ്പ്. കാരണം പല രീതിയിലുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് വരുന്നതാണ് ആരോഗ്യ പരിശോധന. കറക്റ്റ് സമയത്ത് നമ്മൾ ചെക്കപ്പ് ചെയ്ത് ആരോഗ്യ പരിശോധന കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അനുപൂരക പോഷകാഹാരം നൽകുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി കുത്തിവയ്പ്പ് നടത്തുന്നുണ്ട്, രോഗപ്രതിരോധം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുത്തിവയ്പ്പ് നടത്തുന്നുണ്ട്, ആരോഗ്യ പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പരാമർശ സേവനം എന്നൊരു പ്രവർത്തനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്നത് തന്നെയാണ് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൽകുന്ന സേവനങ്ങളാണ്. അപ്പോൾ നമ്മുടെ അംഗനവാടി മുഖേന നടത്തി വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അനുപൂരക പോഷകാഹാരം, രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, ആരോഗ്യ പരിശോധന, പരാമർശ സേവനം, ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം. മനസ്സിലായ? അപ്പോൾ ഇത്തരം സേവനങ്ങൾ നൽകുന്നതിലൂടെ അംഗനവാടികൾ മുഖേന ഇത്തരം സേവനങ്ങൾ നൽകുന്നതിലൂടെ നമുക്ക് നല്ലൊരു തലമുറയെ, കുട്ടികളെ വാർത്തെടുക്കാനായിട്ടും അതുപോലെ നല്ല രോഗപ്രതിരോധ ശേഷിയോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്കിനി ഇതിനകത്ത് ഇത് കോമൺ ആയിട്ടുള്ള സേവനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൽ നമുക്കിനി അംഗനവാടിയിൽ നമുക്കറിയാമല്ലോ, പ്രഗ്നൻറ്റ് മദർ, അതായത് ഗർഭിണി, PM ലാക്ടേറ്റിംഗ് മദർ, 6 to 3 ഇയർ കുട്ടികൾ, അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളും അതുപോലെ 3 to 6ൻ്റെയും ഫുഡും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മുന്നേ കൊടുത്തിരുന്നതൊന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും കൊടുക്കേണ്ട ഫുഡ് എന്താണ്, അതിൻ്റെ മെനുവിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് വന്നിട്ടുള്ള മെനു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ മെനു ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അംഗനവാടി പ്രീ സ്കൂൾ കുട്ടികളെ പരിഷ്കരിച്ച മാതൃക ഭക്ഷണ മെനു മനസ്സിലായോ? അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിഷ്കരിച്ച മാതൃക മെനു ആണിത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. കണ്ട, തിങ്കളാഴ്ച നോക്കിയാൽ നിങ്ങൾ പ്രാതലിന് കൊടുക്കേണ്ടത് പാൽ, പിടി, കൊഴുക്കട്ട അല്ലെങ്കിൽ ഇലയട. കണ്ടില്ലേ, പ്രാതലിനായിട്ട് കൊടുക്കേണ്ടത്. അതിനാവശ്യമായ വിഭവങ്ങളും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ പോഷക മൂല്യവും കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. കണ്ടില്ലേ, ഉച്ചഭക്ഷണം നോക്കിയാൽ നിങ്ങൾ ചെറുപയർ, ചോറ്, ചെറുപയർ കറി, ഇലക്കറി, ഉപ്പേരി, തോരൻ. അതിൽ അരി 60 ഗ്രാം, ചെറുപയർ 15 ഗ്രാം, ഇലക്കറികൾ. അപ്പോൾ ഉച്ചഭക്ഷണം. ഇനി പൊതുഭക്ഷണം ധാന്യം ഓർ പരിപ്പ് പായസം 2 മണി 3 മണിക്കൊക്കെ നമ്മൾ കൊടുക്കില്ലേ, അങ്ങനെ ഓരോ ദിവസത്തെയും. ഇപ്പോൾ നമുക്ക് ബുധനാഴ്ച എടുക്കുകയാണെങ്കിൽ നോക്കി രാവിലെ എന്താണെന്ന് നോക്കിയാൽ കണ്ട, പാൽപ്പിടി, കോഴിക്കട്ട, ഇലയുടെ, കടല മിഠായി. ഉച്ചയ്ക്ക് കണ്ടില്ലേ, പയർക്കഞ്ഞി, വെജ്, കിഴങ്ങ് റൂട്ട് കറി, സോയ ഓർ കടല ഡ്രൈ ഫ്രൈ. ഈവനിങ് ഇഡ്ഡലി, സാമ്പാർ, പുട്ട്, ഗ്രീൻ പീസ് കറി. ഇങ്ങനെ കൃത്യമായിട്ട് ഇത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാം ഓരോ ദിവസത്തെയും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പോൾ അതിൽ കൃത്യമായ അംഗനവാടി കുട്ടികൾക്ക് വേണ്ട ഭക്ഷണ മെനു, മാതൃകാപരമായ ഭക്ഷണ മെനു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വായിച്ച് മനസ്സിലാക്കണം. കാരണം ഒരുപാട് അതിൽ പറയുന്നുണ്ട്. 3 നേരത്തെയും കൊടുക്കേണ്ട ഫുഡ് ആ ഈ ഓർഡറിൽ തന്നെയായിരിക്കണം ഇനി നമ്മൾ കൊടുക്കേണ്ടതും. ഇപ്പോൾ അടുത്ത് തന്നെ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ അംഗനവാടികളിലും ഈ രീതിയിലുള്ള ഭക്ഷണ രീതി ആക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ രീതിയിൽ മാറ്റാം. ഇതപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമുക്കറിയാം PM LM 6 to 3 ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രീ സ്കൂൾ കുട്ടികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു 3 to 6. ഇനി ഇതിനകത്ത് കൗമാരക്കാരായ പെൺകുട്ടികളുണ്ടായിരിക്കാം. അതായത് 10 to 18 ഏജ് ഗ്രൂപ്പിൽ വരുന്നവരെയാണ് കൗമാരക്കാരെന്ന് പറയുന്നത്. അതായത് അഡോൾസൻ ഗേൾസ്. അപ്പോൾ ഈ കൗമാരപ്രായക്കാരായ ഗേൾസിനെ സംബന്ധിച്ച് 10-നും 18-നും ഇടയിൽ പ്രായമുള്ള വെയിറ്റ് കുറവുള്ള BPL കാർഡ് ഉടമകൾക്ക്, മനസ്സിലായ, അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെ സ്പെഷ്യൽ ഒരു കേസ് വെച്ചിട്ടാണ് അവർക്ക് നമ്മൾ ഈ പറഞ്ഞ ഇത് വിതരണം ചെയ്യണത്. ഓക്കെ. അതുപോലെ തന്നെ കലോറി, ഓരോ ഭക്ഷണ സാധനങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ കലോറി കണക്കാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഭക്ഷണ സാധനം കൊടുക്കുന്നത്. കാരണം കലോറി അനുസരിച്ചിട്ടാണ് കുട്ടികളുടെ വെയിറ്റ് ഗെയിനും മറ്റ് ഒബസിറ്റി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭക്ഷണ മെനു അനുസരിച്ച് പ്രീ സ്കൂൾ കുട്ടികളെ അംഗനവാടിയിലെ കുട്ടികൾക്ക് ഈ ഭക്ഷണ മെനു അനുസരിച്ച് 3 നേരത്തെയും ഒരു വീക്കിലത്തെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് ഇതനുസരിച്ചിട്ട് അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കുക. പിന്നെ പ്രഗ്നൻറ്റ് മദറിന്, അതായത് ഗർഭിണിയായ അമ്മയ്ക്ക് അനുപൂരക പോഷകാഹാരമാണ് കൊടുക്കുക, അറിയാലോ. അപ്പോൾ ഈ PM-ന് കൊടുക്കുന്ന അനുപൂരക പോഷകാഹാരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് 2 കിലോ, കടല 1.250 1.1 കിലോ, അതുപോലെ തന്നെ വൻപയർ 1 കിലോ, ഓയിൽ 250 ഗ്രാം. ഇതൊക്കെ എല്ലാ മാസവും PM-ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്, മനസ്സിലായ, എല്ലാ മാസവും PM-ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യമാണ്. അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് അംഗനവാടികളുടെ സേവനങ്ങൾ എന്തൊക്കെ, അതുപോലെ തന്നെ ഈ സേവനങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റി. അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ മെനു കാണാൻ പറ്റി. പുതിയതായിട്ട് പരിഷ്കരിച്ച് ഇറങ്ങാൻ പോകുന്ന ഫുഡിൻ്റെ മെനുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്നും നമ്മൾ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.